നമസ്കാരം. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അഭിമാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. 28 സംസ്ഥാനങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഭൂപ്രകൃതി സവിശേഷതകൾ, വ്യത്യസ്ത കാലാവസ്ഥകൾ ഇന്ത്യക്കുണ്ട്. എത്ര സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമിയാണ് നമ്മുടെ രാജ്യം. കാശ്മീരിന്റെ മനോഹാരിത മുതൽ കന്യാകുമാരിയുടെ തീരങ്ങൾ വരെയും, ഗുജറാത്തിലെ ഉപ്പുപാടങ്ങൾ മുതൽ അരുണാചൽ പ്രദേശിന്റെ മലനിരകൾ വരെയും നീണ്ടുകിടക്കുന്ന ഈ വിശാലമായ ഭൂപ്രദേശത്ത് ഓരോ ചുവടിലും വൈവിധ്യത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാം. ലോകത്തിന് അറിവിന്റെ വെളിച്ചം പകർന്ന തക്ഷശിലയും നളന്തയും നമ്മുടെ മണ്ണിലാണ് ഉണ്ടായിരുന്നത്. ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമെല്ലാം നമ്മുടെ പൂർവികർ നൽകിയ സംഭാവനകൾ ലോകത്തിന് ഇന്നും വഴികാട്ടിയാണ്. ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരദേശാഭിമാനികളായ ഗാന്ധിജിയും നെഹ്റുവും ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും തുടങ്ങിയ എത്രയോ മഹാവ്യക്തികളുടെ ത്യാഗങ്ങൾ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും കായിക രംഗത്തും സാമ്പത്തിക രംഗത്തുമെല്ലാം ഇന്ത്യ ലോക രാജ്യങ്ങൾക്കൊപ്പം മുന്നേറുകയാണ്. ചന്ദ്രയാൻ ദൗത്യം അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ശ്രമങ്ങൾ പോലും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും നിയമങ്ങൾ അനുസരിക്കുന്നതും എല്ലാം രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ എൻ്റെ അഭിമാനം മാത്രമല്ല, ഉത്തരവാദിത്വം കൂടിയാണ്. അതിനാൽ രാജ്യത്തെ കൂടുതൽ മികച്ചതാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്.